ഹലോ കൂട്ടുകാരെ, അപ്പോൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റണില്ല. നമുക്ക് വീഡിയോ ചെയ്യുക എന്നതിലുപരി എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, അത്രമാത്രമായിട്ടോ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ്. ഇന്ന് രാവിലെ ജസ്റ്റ് ഒരു വെട്ടമൊക്കെ കണ്ടപ്പോൾ ഞാനോർത്ത് വെയിൽ കളിയാനായിരിക്കുന്നു. എന്താ പെയ്തുകൊണ്ടിരിക്കട്ടെ, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. എല്ലായിടത്തേക്കും ഇങ്ങനെയൊക്കെ മഴയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ജസ്റ്റ് ഒരു നല്ല സ്ട്രോങ് ചായയൊക്കെ കുടിച്ചാൽ കാപ്പിയൊക്കെ കുടിച്ചാൽ നല്ലതാട്ടോ. ഈ ജലദോഷം ഫുള്ള് തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്ട്രോങ് കാപ്പിയൊക്കെ കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സ്ട്രോങ് കാപ്പിപ്പൊടി കൂടുതലിട്ടുകൊണ്ട് അതിൻ്റെ കടുപ്പം കൂടിയോണ്ട് നമുക്ക് സ്ട്രോങ് ആവില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ എന്തൊക്കെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് ആണ് ഇനി ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തേക്കണം. ഇത് ജീരകം, നമ്മുടെ സാധാരണ ജീരകം. ഇത് ചുക്ക് ഉണക്കി വെച്ചോ കേട്ടോ. ഇത് കുറച്ച് കുരുമുളക്, ഇത് നമ്മുടെ ഉലുവ, ഇത് ഏലക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതിന് വേണ്ടത്. നമ്മുടെ ഈ ഐറ്റം എല്ലാം കൂടി ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ ഐറ്റമായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഓവറായിട്ട് ചൂടാവുമൊന്നും വേണ്ട കേട്ടോ. നമുക്കിങ്ങനെ കാപ്പി കുടിക്കുമ്പോഴേ ഇത് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇടയ്ക്കൊന്ന് കുടിച്ചേക്കാന്ന് തോന്നിപ്പോവും. അത്രയ്ക്കൊരു ടേസ്റ്റാണേ. ഇങ്ങനെ വറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടാണ്. നല്ല എല്ലാത്തിൻ്റെയും കൂടെ കൂടി ജീരകവും ഏലക്കായും നല്ല സ്മെല്ല് വരും. ഒത്തിരി ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആക്കണ്ട കേട്ടോ. അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനത് ജസ്റ്റ് ചൂട് മാറിയപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യുമായിരിക്കും നല്ലത്. ഗ്ലാസിൻ്റെ ബോട്ടിലാകുമ്പോൾ അതായിരിക്കും പെർഫെക്റ്റ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് എന്ത് സ്മെല്ലാന്ന് പറയുന്നത്. പൊടിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഏലക്ക, അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഏലക്ക കടിച്ചാൽ തന്നെ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ ഏലക്കായും ജീരകത്തിനും അതുപോലെ ഉലുവ, കുരുമുളക്, ചുക്ക് ഇത്രയും കൂടി എല്ലാം അരച്ചതുകൊണ്ട് നല്ല സ്മെല്ലാട്ടോ. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാപ്പിയിലേക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ പൊടിയില്ലേ, അത് ഇത്ര അങ്ങിട്ട് കൊടുക്കും കേട്ടോ. ഇത്ര മതി, ഒത്തിരി ഒന്നും ചേർക്കണ്ട. നന്നായിട്ട് കാപ്പിയാണ്. അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ സ്ട്രോങ് ആവാനുള്ള പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാട്ടോ ഇട്ട്. നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. അതിൽ നല്ലത് ശർക്കരയാലോ എന്ന് ഓർത്ത് ശർക്കരയാണ് ഇട്ടത് കേട്ടോ. നമുക്ക് കുടിച്ച് നോക്കാം. എന്നാ ടേസ്റ്റാണെന്നറിയോ. നിങ്ങളിങ്ങനെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ ഇത് കാപ്പി കുടിച്ച് നോക്കണ്ട. ഈ തണുപ്പ് കാലത്ത് നല്ല തണുപ്പല്ലേ, കാപ്പിയാലോ ഈ സമയത്ത് നല്ലത്. ആ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. നമ്മുടെ ഏലക്കായുടെ ഫ്ലേവറും ജീരകത്തിൻ്റെയും ഉലുവ ഇതെല്ലാം കൂടി ആയിപ്പോഴുണ്ടല്ലോ നല്ല സൂപ്പറാട്ടോ. പുറത്തൊക്കെ നല്ല കാറ്റ് വീശുന്ന നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാപ്പിയാണ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ആട്ടോ. നല്ല സ്ട്രോങ് ആവും. നമുക്ക് അങ്ങനെ തണുപ്പൊന്നും തോന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാറ്റും തണുപ്പും മഴയൊക്കെ തുടങ്ങിയ പിന്നെ ഉള്ള എൻ്റെ ഒരു ശീലമാട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ കാപ്പി കുടിക്കാറില്ലായിരുന്നു. മോർണിംഗിലും ഈവനിങ്ങിലും അങ്ങനെ കുടിക്കാറില്ലായിരുന്നു. പകരം ചൂടുവെള്ളമാട്ടോ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയേക്കണെയാണിത്. അപ്പം ഇങ്ങനെ ഇത് പൊടിച്ച് വെച്ചാൽ പിന്നെ എനിക്ക് നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ.